മുടിയെല്ലാം വാരി പൊക്കി കെട്ടി വെച്ചിട്ടുണ്ട്. അകലെയാണെങ്കിലും അവളുടെ മാറിക്കിടന്ന ധാവണിയുടെ സൈഡിലുള്ള വെടുത്ത ആലില വയർ കാണാമായിരുന്നു. അവളോട് എത്ര പറഞ്ഞാലും ഇങ്ങനെ നിൽക്കരുതെന്ന് അവന്റെ മുഖത്ത് പരിഭവം നിറഞ്ഞു. ഒന്നിലും ശ്രദ്ധിക്കാതെ അവൾ തുണി കഴുകുന്ന തിരക്കിലാണ്. ലക്ഷ്മി ശിവനും കാര്യമായി എന്തോ ചർച്ചയിലാണ്. എടാ കണ്ണേട്ടാ, ശിവന്റെ വിളിയാണ് കണ്ണനെ ചിന്തകളെ തടഞ്ഞത്. ഒരു പൂരികം പൊക്കി എന്തായെന്ന് ചോദിച്ചു. ഏട്ടാ, ഓണത്തിന് നമുക്ക് അടിച്ചു പൊളിക്കാം. പിന്നെ നമ്മുടെ കാവിലെ ഉത്സവം കൂടിയാണ് വരുന്നേ. ഇനി ഒരു 3 മാസം കൂടെ ഉണ്ട്. ഒന്ന് മൂളി കണ്ണന്റെ ശ്രദ്ധ പിന്നെയും പാറുവിന്റെ അടുത്തേക്ക് നീണ്ടു. അമ്മേ, അച്ഛനെപ്പ വരും? പെട്ടെന്ന് എന്തോ ഓർത്ത് കണ്ണൻ അമ്മയെ നോക്കി ചോദിച്ചു. അച്ഛൻ ഇന്ന് വൈകിട്ട് എത്തും. എന്തെങ്കിലും ആവശ്യമുണ്ടോ നിനക്ക്? അച്ഛൻ വരുമ്പോ ഒന്ന് വരാൻ പറ. അതും പറഞ്ഞ് അവൻ നേരെ നോക്കിയിരുന്നു. എന്ന് ശരി മക്കളെ, ഞാൻ താട്ടു പോട്ടെ. മുത്തശ്ശിക്ക് മരുന്ന് കൊടുക്കാനുണ്ട്. അതും പറഞ്ഞ് ലച്ചു കണ്ണനെ തറയിൽ തലോടി താഴേക്ക് പോയി. വർഷങ്ങൾക്കിപ്പുറം ചോരയിൽ കുളിച്ചു കിടന്ന ഒരു രൂപം അവിടെ മനസ്സിലേക്ക് വന്നു. അത് ഓർക്കവേ നെഞ്ചിൽ നിന്നും ഒരു തേങ്ങൽ തൊണ്ടക്കുഴിയോളം വന്നു നിന്നു. ലക്ഷ്മിയുടെ ഒന്നോടെ തന്റെ മകനെ തിരിഞ്ഞു നോക്കി താഴേക്ക് പോയി. അമ്മ പോന്നു നോക്കി കണ്ണൻ നേരെ കുളത്തിലേക്ക് തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കും പാറു അലക്ക് കഴിഞ്ഞു പോയിരുന്നു. എന്തേട്ടാ ഒരു ചുറ്റിക്കളി? ശിവൻ കണ്ണന്റെ മുന്നിൽ വന്നുകൊണ്ട് 2 കൈയും കിട്ടിയെന്ന് ചോദിച്ചു. എന്ത്? നീ പോടാ, നിനക്കങ്ങനെ പലതും തോന്നും. അതെ, പ്രായത്തിന്റെ ആണ്. അല്ല, നിന്റെ ചുറ്റിക്കളി ആരും അറിയില്ലെന്നാണോ നിന്റെ വിചാരം? പോടാ. അത് കേട്ടതും ശിവൻ നല്ലോണം വന്നു ഞെട്ടി. ഏട്ടനിത് എങ്ങനെ അറിഞ്ഞെന്ന് അവൻ ഒരു നിമിഷം ഓർത്തു. നീ കൂടുതൽ ആലോചിച്ച് തല പോയിക്കണ്ട. അപ്പൊ സത്യാണല്ലേ? ശിവന്റെ മനസ്സ് മനസ്സിലാക്കിയതുപോലെ കണ്ണൻ ചോദിച്ചു. പിന്നെ മെല്ലെ ഒന്ന് ചിരിച്ചു. ഏട്ടാ, പാർ നല്ല കുട്ടിയാണല്ലേ. എന്താ ഏട്ടന്റെ അഭിപ്രായം? ശിവനൊന്ന് പാളി നോക്കി ചോദിച്ചു, വിഷയം മാറ്റാൻ എന്ന പോലെ. അതിന് കണ്ണനൊന്നും പറഞ്ഞില്ല. നീ എന്നാ തിരിച്ചു പോകുന്നേ? ഞാൻ രാമേട്ടൻ വന്നാൽ പിറ്റേന്ന് പോകും ഏട്ടാ. അതിന് കണ്ണൻ അമർത്തി മൂളി. സമയം പിന്നെയും കടന്നുപോയി. കുറച്ചു കഴിഞ്ഞ് കൃഷ്ണമാമ കയറി വന്നു. മോനെ, ഫിസിയോതെറാപ്പി ചെയ്യാൻ ആള് വന്നു, ചെറുചീരിയോടെ പറഞ്ഞു കൃഷ്ണമാമ. അതിന് രണ്ടാളും അയാളെ ഒന്ന് നോക്കി ചിരിച്ചു കാണിച്ചു. ആ മാമ, കണ്ണനൊന്ന് മൂളി. പിന്നെ ശിവൻ കണ്ണനെ നേരെ റൂമിലാക്കി താഴേക്ക് പോയിരുന്നു. അങ്ങനെ അന്നത്തെ ദിവസം കടന്നുപോയി. കണ്ണൻ പാർവിനെ നോക്കിയിരുന്നിട്ടും അവൾ വന്നില്ലെന്ന്. ലച്ചുവാണ് കണ്ണനെ രാത്രിക്കുള്ള ആഹാരം കൊണ്ടുവന്നത്. പാർവിനെ കുറിച്ച് ചോദിക്കണമെന്നുണ്ടായിരുന്നിട്ടും കണ്ണനൊന്നും മിണ്ടിയില്ല. അവൾ വരുന്നതും കാത്ത് കണ്ണുകൾ അടച്ച് അങ്ങനെ കിടന്നു. നേരം പിന്നെയും കടന്നുപോയി. പാർവിന് കാത്തിരിപ്പ് തുടങ്ങിയിട്ട് ഒരുപാട് നേരമായി. മനസ്സിൽ വല്ലാത്തൊരു ആദ്യം വന്ന് നിറയുന്ന പോലെ. അമ്മ വന്ന് ആഹാരം തന്നിട്ട് പോയപ്പോൾ തൊട്ട് കാത്തിരിക്കുന്നതാണ് പാർവിനെ. ഇന്ന് മലയ്ക്ക് തന്റെ ഡ്രസ്സ് എല്ലാം പാറു അലമാരിൽ വെക്കാൻ വരുന്നതായിരുന്നു. എന്നാൽ ഇന്ന് കണ്ടില്ല. ഉച്ചയ്ക്ക് കുളത്തിൽ നിന്ന് തുണി അലക്കുന്ന പാറുവിനെയാണ് താൻ കണ്ടത്. പിന്നെ അവൾ ഇന്ന് താൻ കണ്ടിട്ടേയില്ല എന്നൊരു നിമിഷം ഓർത്തു. അവൻ കണ്ണുകളടച്ച് ദീർഘമായി ശ്വസിച്ചു. എന്തോ ആ മുഖം കാണാൻ വല്ലാത്തൊരാഗ്രഹം തോന്നി. അന്ന് ആദ്യമായി തന്റെ അവസ്ഥയോർത്ത് അവനോട് തന്നെ വെറുപ്പ് തോന്നി. ഇരുണ്ടു കൂടുന്ന കാർമേഘം പോലെയായി അവന്റെ മനസ്സ്. പാറു എവിടെ പോയി? ആരോടൊന്ന് ചോദിക്കും? കണ്ണുകൾ ഒരു വേള വാതിൽക്കിലേക്ക് നീണ്ടും. എല്ലാരും കിടന്നെന്ന് തോന്നിയവന്. എങ്കിലും കുറച്ചു നേരം കൂടി അവൾ വരുന്നതും കാത്തു കിടന്നു. സമയം പിന്നെയും കടന്നുപോയി. എണീക്കാനൊരു മോഹം തോന്നിയവന് വലത് കൈ ബെഡിൽ മുറുക്കി കാലിന് ബലം കൊടുത്ത് ചെറുതായി വേദന തോന്നിയെങ്കിലും അത് കാര്യമാക്കാതെ അവൻ പതിയെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. കാലിന് ഞരമ്പുകൾ വലിഞ്ഞു മുറുകുന്നതായി തോന്നി. പതിയൊരു കൈകുത്തി എഴുന്നേറ്റ് ഒരു വിധത്തിൽ കാലുകൾ നിലത്തേക്ക് പതിയെ വെച്ചു. നന്നായി കിതച്ചു പോയിരുന്നു അവനെ. കണ്ണുകൾ നിറഞ്ഞു. നെറ്റിയിലെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി എടുത്തു കാണിച്ചു. ശരീരം വിറച്ചു തുടങ്ങിയെങ്കിലും ഒരു കുട്ടി ആദ്യമായി പിച്ച വയ്ക്കുമ്പോലെ അവനും പതിയെ ഓരോ അടികൾ വെച്ചു. കാലുകൾ വലിഞ്ഞു കൂടുന്ന പോലെ തോന്നി അവന്. കുറച്ചു നേരം ഭിത്തിയിൽ ചാരി നിന്ന് വലത് കൈ താങ്ങി അങ്ങനെ നിന്നു. തന്റെ കുറച്ച് മാസങ്ങളായിട്ടുള്ള പരിശ്രമം ഇവിടെ വരെ എത്തിയിരിക്കുന്നു. ഈ കാർത്തികൻ എഴുന്നേറ്റിരിക്കുന്നു. അവന്റെ ചുണ്ടിന്റെ കോണിലൊരു പൂച്ചച്ചിരി വിരിഞ്ഞു. പിന്നെ അധികം നിൽക്കാതെ തിരികെ ബെഡിൽ വന്നിരുന്നു. കിതപ്പൊന്ന് അടങ്ങുമ്പോഴേക്കും വല്ലാത്ത ദാഹം. കൈയെത്തിച്ച് മേശമേലിരുന്ന് വെള്ളമെടുത്ത് വായിലേക്ക് കമഴ്ത്തി. ഇനിയും തനിക്ക് തകർന്ന ഒരു മൂലയിൽ കിടക്കാൻ മനസ്സില്ല. ചിന്തകൾ അവന്റെ മനസ്സിനെ മതിച്ചുകൊണ്ടിരുന്നു. ഇനിയെല്ലാം ഒന്നിന്ന് തുടങ്ങണം. മനസ്സിൽ പലതും കണക്ക് കൂട്ടി. എങ്കിലും അവന്റെ മനസ്സിൽ പാറുവയുടെ പോയിന്നൊരു ചിന്തയായിരുന്നു. പിന്നെ എപ്പോഴോ മെല്ലെ കിടക്കയിലേക്ക് ചാഞ്ഞ് അവൻ കണ്ണുകൾ അടച്ചു. കാലത്ത് കാതടുപ്പിക്കുന്ന ഒരു ബുള്ളറ്റിന്റെ ശബ്ദം കേട്ട് ഉമ്മറത്തേക്ക് മുത്തശ്ശി ഇറങ്ങി വന്നു. ആരത് കൃഷ്ണ? മുറ്റത്തിന്ന് കൃഷ്ണൻ മാമയുടെ മുത്തശ്ശി ചോദിച്ചു. കാശിയാണ് അമ്മാമേ, നമ്മുടെ വടക്കേടത്തെ വേണുവിന്റെ മോൻ. അത് കേട്ടത് മുത്തശ്ശിക്ക് ഒരു 10 വയസ്സുകാരനെയാണ് ഓർമ്മ വന്നത്. രവിയുടെയും ജഗത്തിന്റെയും ഒപ്പം വരുന്ന ഒരു പയ്യനെ. ആ, കേറി വാകുട്ടി, മുത്തശ്ശി സ്നേഹത്തോടെ വിളിച്ചു. കാശി, കുറച്ചു നാളായി എല്ലാരെയും കണ്ടിട്ട്. ഒന്നാമത് ഞാനെങ്ങും പോണില്ല, ഇവിടെ തന്നെയാണ്. അതും പറഞ്ഞ് മുത്തശ്ശി കാശി അകത്തേക്ക് വിളിച്ചു. കാശി വണ്ടി നിർത്തി മുത്തശ്ശിയോടൊപ്പം അകത്തേക്ക് കയറി. കൃഷ്ണമാമയ്ക്ക് ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട്, ഇരിക്കു കുട്ടിയെ, എന്നിട്ട് വിശേഷമൊക്കെ പറ.
ദേവിക്ക് സുഖമാണോ കുട്ടിയെ? എല്ലാരും കണ്ടിട്ട് കുറയായി. അതും പറഞ്ഞ് മുത്തശ്ശി അവന്റെ അടുത്തേക്ക് ഇരുന്ന് കയ്യിൽ പിടിച്ചു. അയ്യോ, മോന് കുടിക്കാൻ എടുക്കാൻ പറയാട്ടോ, ഞാൻ അതങ്ങ് മറന്നു കുട്ടിയെ. അംബികയെ, ഇങ്ങോട്ടൊന്ന് വരൂ. അകത്തേക്ക് നോക്കി മുത്തശ്ശി വിളിച്ചു. ലക്ഷ്മി രാവിലെ അമ്പലത്തിൽ പോകുമെന്ന് പറഞ്ഞിരുന്നു മുത്തശ്ശിയോട്. അതുകൊണ്ട് അംബികയെ വിളിച്ചത്. ജാനകി അങ്ങനെ ഉമ്മറത്തേക്ക് വരാറില്ല, അടുക്കള പണിയിലാകും. അതുകൊണ്ട് ഈ തള്ളക്ക് എന്തിന്റെ കേട്, രാവിലെ തന്നെ വിളിച്ചു പോന്നേ. അതും പറഞ്ഞ് അംബിക ഉമ്മറത്തേക്ക് വന്നതും കാലുകൾ നിശ്ചലമായി, ശരീരം തളർന്നതുപോലെ തോന്നി. കഴിഞ്ഞ ദിവസം ഫോൺ വിളിച്ചപ്പോൾ കാശി പറഞ്ഞ വാക്കുകൾ അവളുടെ മനസ്സിലേക്ക് ഓടിയെത്തി. എന്റെ മകൾ, അവളെ എനിക്ക് വേണം അമ്പി. അതിനു വേണ്ടിയാണ് വർഷങ്ങളായി ഞാൻ കാത്തിരുന്നത്. ഒരു ഞെട്ടലോടെ മുന്നിലേക്ക് നോക്കി തന്നെ പകയോടെ നോക്കുന്നവനിൽ കണ്ണുകൾ ഉടക്കി. ഭൂമി പിളർന്ന് താഴേക്ക് പോയിരുന്നെങ്കിലും ഓർത്തുപോയി. അന്ന് അവസാനമായി പിരിയുമ്പോൾ ഇനിയൊരു കൂടിക്കാഴ്ച ഒരിക്കലും വിചാരിച്ചില്ല. വർഷങ്ങൾക്ക് ശേഷം ഇന്നാണ് കാശിയെ കാണുന്നത്. ആ മുഖത്തേക്ക് നോക്കും തോറും താൻ ഉരുകി ഒലിച്ചു പോകുന്നത് പോലെ തോന്നി അംബികയ്ക്ക്. തന്റെ കൂടപ്പിറപ്പിന്റെ ജീവിതം തട്ടിപ്പറിച്ച് അതിൽ സുഖിച്ചു കഴിയുന്ന മറ്റൊരു കൂടപ്പിറപ്പാണ് താനെന്നും അംബികയ്ക്ക് ആ നിമിഷം തോന്നി. അരുന്ധതി ജീവനോടെ ഇരുന്നിരുന്നേൽ കാശിയുടെ കൂടെ ഒരു ജീവിതം തനിക്ക് കിട്ടിയേനെ എന്നൊരു നിമിഷം ഓർത്തുപോയി അംബിക. ഒരു നിമിഷം കുറ്റബോധവും നഷ്ടബോധവും അവളുടെ മനസ്സിനെ മതിച്ചു. അപ്പോഴും അവളുടെ മുഖത്തെ ഭാവങ്ങൾ വീക്ഷിച്ചുകൊണ്ട് കാശി ഒന്നും മിണ്ടാതെ അംബികയെ തന്നെ നോക്കിയിരുന്നു, കണ്ണിലിരിഞ്ഞ പകയോടെ. സ്വന്തം കൂടപ്പറപ്പിന്റെ കൊലയാളി, അതിലുപരി ഒരു മിണ്ടാപ്രാണി, അതിനോട് പോലും മലവ് തോന്നാത്ത ജന്മം. അതായിരുന്നു കാശിക്ക് ആ നിമിഷം അംബികയോട് തോന്നിയത്. അവിടെ തന്റെ കുഞ്ഞിന്റെ അമ്മ എന്ന സ്ഥാനം മറന്നു. തന്റെ പിതൃത്വം പോലും നിഷേധിച്ചവൾ, സ്വന്തം ചോരോട് പോലും നീതി കാട്ടാത്തവൾ. അവന്റെ ദേഷ്യം പല്ലുകൾക്കിടയിൽ ഞെരിഞ്ഞമർന്നു. ഇനി തന്റെ മകളെ ചോദിക്കാനാണോ വന്നത്? ഒരു ഞെട്ടലോടെ അംബിക കാശിയെ നോക്കി. അംബികയെ, മുത്തശ്ശിയുടെ ചോദ്യത്തോടെയുള്ള വിളിയാണ് അംബികയെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത്. പോയി കുടിക്കാനെടുക്ക്. വീട്ടിൽ ഒരാൾ വന്നാൽ ഇങ്ങനെയാണോ? ചെല്. മുത്തശ്ശി കുറിച്ച് ഉച്ചത്തിൽ പറഞ്ഞു. ആ അമ്മേ, ഇപ്പൊ കൊണ്ടുവരാം. അതും പറഞ്ഞ് മുത്തശ്ശി ഒന്ന് നോക്കി മുഖത്തെയും കഴുത്തിലെയും വിയർപ്പ് തുള്ളികൾ തുടച്ചു മാറ്റിക്കൊണ്ട് വേഗത്തിൽ ഉള്ളിലേക്ക് നടന്നു. എന്നാ എതിരെ വന്ന അഞ്ജലി അംബിക കണ്ടില്ല. എന്താമേ എവിടെ നോക്കിയാ നടക്കുന്നേ? കണ്ണ് കണ്ടുകൂടെ? മുന്നിൽ നിന്ന് പറയുന്ന അഞ്ജലിയെ കണ്ട അംബിക കുറച്ചു നേരം പകച്ചു നിന്നു. നീ ഇപ്പോ എവിടെ പോവാ? എവിടെ പോകുമെന്ന് പറയടി. കയ്യിലൊരു ഭാഗം പിടിച്ചു വരുന്ന അഞ്ജലിയെ കണ്ട അംബിക ദേഷ്യത്തോടെ ചോദിച്ചു. പിന്നൊന്നും മിണ്ടാതെ കയ്യിൽ പിടിച്ച് വലിച്ച റൂമിൽ കൊണ്ടുപോയി. അമ്മേ, വീടാനാണ് പറഞ്ഞേ. ഈ അമ്മ എന്തേ കാണിക്കുന്നേ? എനിക്ക് പുറത്തു പോകണം, ഫ്രണ്ട്സ് മീറ്റിംഗ് ആണ്. ഇന്നാണ് മനുവിന്റെ ബർത്ത്ഡേ പാർട്ടി. അംബികയ്ക്ക് ദേഷ്യം കൊണ്ട് വിറഞ്ഞു. അവളൊരു ബർത്ത്ഡേ പാർട്ടി? ഇവിടെ നിന്ന് നീ പുറത്തേക്ക് ഇറങ്ങിയ എന്റെ മറ്റൊരു മുഖം കാണും നീ. അഞ്ജലി അമ്മയെ ആദ്യം കാണുന്നത് പോലെ നോക്കി. ഈ അമ്മയ്ക്ക് എന്താ പറ്റിയേ? അവൾ ആലോചിക്കാതെ ഇരുന്നില്ല. അഞ്ജലി ഒന്ന് നോക്കി പുറത്തേക്ക് ഇറങ്ങി അംബിക. തന്റെ സമനില തെറ്റുന്നത് പോലെ തോന്നി അവൾക്ക്. എന്തൊക്കെയോ അരുതത്ത് സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ ആ നിമിഷം അംബികയെ കാർന്നു നിന്നു. പതിവില്ലാതെ അടുക്കളയിലേക്ക് വന്ന അംബികയെ കണ്ട് ജാനി ഒരു നിമിഷം മന്ദിച്ചു നിന്നു. അങ്ങോട്ട് എന്തെങ്കിലും ചോദിക്കുമെന്നെ ഇങ്ങോട്ട് അംബിക ആജ്ഞാപിച്ചു കഴിഞ്ഞിരുന്നു. ജാനകി, വേഗം ഒരു ഗ്ലാസ് ചായ എടുക്ക്. അതും പറഞ്ഞ അംബിക കാറ്റുപോലെ പുറത്തേക്ക് പോയി. ജാനി അംബിക പോയ വഴി നോക്കി നിന്നു കുറച്ചു നേരം. ഒരിക്കൽ പോലും കിച്ചണിൽ വരാത്ത ആൾ ആണ് അംബിക. ഫുഡ് കഴിക്കാൻ നേരം ഡൈനിങ് ടേബിൾ വരാറാണ് പതിവ്. പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അറിയാവുന്നത് കൊണ്ട് മുത്തശ്ശി ഒന്നും പറയാൻ പോകില്ല. ഇപ്പൊ പിന്നെ ഇത് എന്ത് പറ്റി നോർത്ത് പോയി ജാനകി. പിന്നെ വേഗം തന്നെ ചായക്ക് വെള്ളം വെച്ചു. നല്ല കടുപ്പത്തിൽ ഏലക്കൊക്കെ ഇട്ട് ഒരു ചായ. കുറച്ചു കഴിഞ്ഞതും അംബിക വന്ന് ജാനി ഉണ്ടാക്കി വെച്ച ചായയും എടുത്ത് പുറത്തേക്ക് നടന്നു. ജാനി അന്ന് നോക്കി തന്റെ ജോലിയിലേക്കും തിരിഞ്ഞു. പുറത്തേക്ക് നടക്കാനിടയിൽ അഞ്ജലിയുടെ മുറിയിലേക്കൊന്ന് നോക്കി അംബിക. താൻ പുറത്തുനിന്നും വാതിൽ ലോക്കാക്കിയിരിക്കുന്നു. ഒരിക്കലും അയാൾ എന്റെ മോളെ കാണരുത്. അയാളുടെ ഉദ്ദേശമൊന്നും ഈ അംബിക്ക് ജീവിച്ചിരിക്കാൻ നടക്കില്ല. സ്വന്തം കൂടപ്പിറപ്പിനെ കൊന്നവൾക്ക് ഒരാളെ കൂടി കൊല്ലാൻ മടിയില്ല, അതും സ്വന്തം മകൾക്ക് വേണ്ടി കൂടിയാകുമ്പോൾ. ചിന്തകൾ അംബിക മറ്റൊരാളാക്കി മാറ്റിയിരുന്നു. ഒരു നിമിഷം ഈ ചായയിൽ വിഷം കലക്കാൻ പോലും അവൾ ഓർത്തുപോയി. പിന്നെ വേഗം ഉമ്മറത്തേക്ക് നടന്നു, വെറുപ്പ് നിറഞ്ഞ മുഖവുമായി. സ്വന്തം മകളെ നഷ്ടപ്പെടുത്താൻ വയ്യാത്ത ഒരമ്മയുടെ സ്വാർത്ഥതയായിരുന്നു അംബികയിൽ ആ നിമിഷം നിറഞ്ഞുന്നത്. ജനലിൽ നിന്ന് കണ്ണൻ കണ്ടു കാശിയേട്ടൻ വന്നത്. കാശിയേട്ടൻ തന്നെ കാണാനാണ് വന്നതെന്ന് അവന് മനസ്സിലായി. താഴേക്ക് ചെന്നാൽ തന്നെ ഇപ്പോൾ എല്ലാവരും കാണും. ഇനി മേറെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു തനിക്ക് തൻ്റെ ഈ വേഷം അഴിച്ചു വെക്കാൻ. കുറച്ചു നേരം കൂടി അവിടെ നിന്നവൻ പിന്നെ നേരെ ബെഡിൽ പോയി കിടന്നു, കാശി വരുന്നതും കാത്ത്. കുറച്ചു നേരം നിൽക്കുമ്പോഴേക്കും കാലുകൾ വലിഞ്ഞു വേദന തോന്നാറുണ്ട്. പെട്ടെന്ന് നടക്കാൻ ബുദ്ധിമുട്ടാണ്, എന്നാലും ഒരാളെ സഹായമില്ലാതെ നടക്കാമെന്ന് മാത്രം. ഒരു നിമിഷം അവൻ പാർവിനെ ഓർത്തുപോയി. ഇന്നലെ പോയതാണ്, ഈ നേരം വരെ അവൾ വന്നില്ല. മനസ്സിൽ വല്ലാത്തൊരു നീറ്റൽ അവന് തോന്നി. അവൾ തന്നെ വിട്ടുപോയി കാണും. ഈ വയ്യാതെ കിടക്കുന്നവനെ മറന്നു കാണും. കൺകോണിൽ ഒരു നീർത്തുള്ളി സ്ഥാനം പിടിച്ചിരുന്നു ആ നിമിഷം.
നീ എവിടെയാണെങ്കിലും ഞാൻ വരും പെണേ. നീ എപ്പോഴും എന്നിൽ കൊടിയേറിക്കഴിഞ്ഞു. പാറുവിൻ്റെ മുഖം ഓർത്ത് പതിയെന്ന് കണ്ണുകളടച്ചു. തങ്ങൾക്കിടയിൽ സംഭവിച്ച കുറച്ചു നില നിമിഷങ്ങൾ മാത്രം ഓർത്തുകൊണ്ട് ഈ കഴിഞ്ഞ 8 മാസത്തിനിടയ്ക്ക് താൻ എണീറ്റ് നടക്കാൻ ഏറെ മോഹിച്ചവൾ ഈ നിമിഷം വന്നപ്പോൾ കാണാനുമില്ല. ഒരു വാക്ക് പറയാൻ തോന്നിയില്ലേ പോകുമ്പോൾ? അവൻ എണീറ്റ് ഒന്നുകൂടെ ജനലോരം പോയി നിന്നും പുറത്തേക്ക് നോക്കി. കൃഷ്ണമാമ അവിടെ നിൽക്കുന്നു. എങ്ങനെയൊന്ന് വിളിക്കും? കൃഷ്ണമാമയുടെ കൂടെ വീട്ടിൽ പോയോ ഇനി? കുറച്ചു നേരത്തെ ആലോചനയ്ക്കിടയ്ക്ക് അവൻ്റെ നോട്ടം തൻ്റെ റൂമിൽ കിടക്കുന്ന മേശയിലിരിക്കുന്ന ഡയറിയിലായി. ഒന്നും എഴുതാറില്ല, എന്നാലും പണ്ടു മുതൽ അത് കൂടെയുണ്ട്. ഇവിടെ ഡയറി എഴുതുന്ന ശീലം യാമിനിയമ്മയ്ക്ക് മാത്രമാണ്. അങ്ങനെയാണല്ലോ സുദേവ് അച്ഛൻ്റെ കാര്യം രവി ചെറിയച്ഛൻ അറിഞ്ഞത്. ഇവിടെ നിന്ന് പോകുമ്പോൾ മുന്നേ എന്നെ ഏൽപ്പിച്ച് ഡയറിയിൽ നിന്നും ഒന്നും എഴുതാതെ തന്നു. നിന്റെ നല്ല ഓർമ്മകൾ എഴുതണം കണ്ണ എന്നും പറഞ്ഞു. യാമിയമ്മയുടെ ഓർമ്മയ്ക്ക് യാമിയമ്മ അന്ന് പോയതുപോലെ പാറുവും പോയി. അന്ന് രാത്രിയിൽ എന്താ നടന്നെന്ന് എനിക്കറിയില്ല. അമ്മയോട്ട് പറഞ്ഞതുമില്ല. യാമിയമ്മ വരുമെന്ന് മാത്രം പറഞ്ഞു. പിന്നെ താൻ അതിനെക്കുറിച്ച് ചോദിച്ചതുമില്ല. സുദേവച്ചൻ അന്ന് കാശിയേട്ടൻ വന്നപ്പോൾ പറഞ്ഞു ആക്സിഡൻ്റായി ഹോസ്പിറ്റലാണെന്ന്. പിന്നെ അതിനെക്കുറിച്ച് ഏട്ടനൊന്നും പറഞ്ഞില്ല. എങ്ങനെ പറയാനാണ്? താനും ആക്സിഡൻ്റായി ആ സമയത്ത് തന്നെ എല്ലാം കണ്ടുപിടിക്കണം. ഇത്ര പക ആർക്കാണെന്ന്? അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി. നെറ്റിയിലെ ഞരമ്പ് പിടച്ചു വന്നു. കണ്ണുകൾ ഇറുക്കി അടച്ചു തുറന്നു അവൻ. ആ നിമിഷം അവൻ്റെ മനസ്സിൽ പാർവിൻ്റെ മുഖം മാത്രമായിരുന്നു. അവളെ പിടയ്ക്കുന്ന കണ്ണുകളായിരുന്നു. മെല്ലെ വാതിൽ ചാരി അവൻ ഡയറി കയ്യിലെടുത്തു. ചായ. മുത്തശ്ശിക്ക് നേരെ ചായ നീട്ടിപ്പിടിച്ച് നിൽക്കുന്ന അംബിക മുത്തശ്ശി ഒന്ന് നോക്കി. എന്നാൽ അംബികയുടെ ദൃഷ്ടി മറ്റെവിടെയായിരുന്നു. കാശിമോൻ ചായ കൊടുക്കാംബികെ. ഞാൻ ചായ കുടിക്കില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? അതിനെ എവിടെ നേരല്ലേ? കെട്ടിലുമ ചമഞ്ഞ് നടക്കല്ല നേരം. അതും പറഞ്ഞ് മുത്തശ്ശി അംബികയെന്ന് ഇരുത്തി നോക്കി. അംബികയ്ക്ക് ശരിക്കും ദേഷ്യം തോന്നിയത് തന്നെ മറ്റൊരാളുടെ മുന്നിൽ വെച്ച് അപമാനിച്ചതിൽ. തൻ്റെ ദേഷ്യം നിയന്ത്രിച്ച് കാശിയുടെ മുഖത്ത് നോക്കാത്തന്നെ മുന്നിലുള്ള ചെറിയ ടേബിളിൽ ചായ വെച്ച് വേഗം തന്നെ തിരിഞ്ഞു പോകാൻ നിന്നു. അംബികെ അവിടെ നിൽക്ക്. ഒരാൾ വീട്ടിൽ വന്നാൽ ഇങ്ങനെയാണോ മുഖം തിരിച്ചു പോകുന്നത്? മുത്തശ്ശി അനിഷ്ടത്തോടെ പറഞ്ഞു. ഭൂമി പിളർന്ന് താൻ താഴേക്ക് പോയിരുന്നേരെന്ന് പോലും അംബിക ഓർത്തുപോയി. ഈ തളയെ എൻ്റെ കൈ കൊണ്ട് കൊല്ലേണ്ടി വരും ഇങ്ങനെ പോയാ. മനസ്സിലൊന്ന് ഓർത്തവൾ മുത്തശ്ശിയെ നോക്കി. വേറെ നിവൃത്തിയില്ലാതെ കത്തുന്ന കണ്ണുകളുടെ അംബിക അവിടെ സൈഡ് പറ്റി നിന്നു. സാരിയുടെ മുന്താണി കയ്യിൽ തിരി പിടിപ്പിച്ച് ദേഷ്യം തീർത്ത് എല്ലാം കണ്ടും കേട്ടും കാശിയുള്ളിൽ ചിരിച്ചു. നിനക്കുള്ളത് വൈകാതെ കിട്ടും. അന്ന് നീ എല്ലാത്തിനെയും കണക്ക് പറയേണ്ടി വരും. അതോർത്ത് അവൻ അംബികയെന്ന് നോക്കി. അവളെ കൃഷ്ണമണികൾ ദേഷ്യം കൊണ്ട് ഒരു ഗോളം പോലെ ചലിച്ചുകൊണ്ടിരുന്നു. മോനെ ചായ കുടിക്കുക, തണുത്തു പോകും. മുത്തശ്ശി സ്നേഹത്തോടെ കാശി നോക്കി പറഞ്ഞു. വേണ്ട മുത്തശ്ശി, ഞാൻ രാവിലെ ചായ കുടിച്ചിട്ടാണ് ഇറങ്ങിയേ. മോനെ വിവാഹം കഴിഞ്ഞോ? മുത്തശ്ശി ഒരു ചെറു ചീരോടെ ചോദിച്ചു. വേറെയുടെ ദൃഷ്ടി പതിപ്പിച്ച് നിന്ന അംബിക അത് കേട്ടതേ ശ്രദ്ധ അവിടേക്കായി. ആ മുത്തശ്ശി കഴിഞ്ഞു, സന്തോഷമായി ജീവിക്കുന്നു. താൻ ഇവിടെ നമ്മുടെ അച്യുതൻ മാഷിനെ വീടിങ് വാങ്ങി. അത് കേട്ടത് അംബിക്കൊന്നും ഞെട്ടി. ഈയള്ള എന്തിനുള്ള പുറപ്പാടാണ്? ഇനിയൊന്ന് കരുതിയിരിക്കണം എൻ്റെ മോൾ. സ്വന്തം അച്ഛൻ വന്ന് വിളിച്ചാൽ അവൾ പോകുമോ? എല്ലാം കൂടെ ഓർത്ത് അംബിക നിന്ന് ഉരുകാൻ തുടങ്ങി. ഇനി ഇവിടെ കാണും. ഭാര്യ വന്നില്ല. മുത്തശ്ശി അവൾ കുറച്ച് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞ് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുക. എനിക്ക് ഇവിടേക്ക് വരേണ്ട കുറച്ച് അത്യാവശ്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് വേഗം പോന്നു. അവിടെ അമ്മയുണ്ട് കൂട്ടം അവൾക്ക്, പിന്നെ അച്ഛനും. അത് പറയുമ്പോൾ കാശിയുടെ മനസ്സൊന്ന് നിറഞ്ഞു. തൻ്റെ പെണ്ണിനെ ഓർത്ത്. മക്കളുണ്ടോ മോനെ? മുത്തശ്ശി അത് ചോദിച്ചത് അംബിക എന്ന് ഞെട്ടി കാശിയെ നോക്കി. ആ, ഒരു മോളുണ്ടോ മുത്തശ്ശി? പക്ഷേ അവൾക്കൂടെ ഇല്ല. ഒരു 18 വയസ്സുണ്ടിപ്പോൾ. ആണോ മോനെ? പഠിക്കുവാണോ? മുത്തശ്ശി ആകാംക്ഷയോടെ ചോദിച്ചു. ആ മുത്തശ്ശി പഠിക്കുക. വൈകാതെ അവളെ ഞാൻ തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകും എൻ്റെ മോളെ. പിന്നെ അവൾ എൻ്റെ കൂടെ തന്നെ കാണും എന്നും. അതും പറഞ്ഞ് കാശി അംബിക എന്ന് നോക്കി ഒന്ന് പുച്ഛിച്ചു. അംബിക ആകെ ഞെട്ടി നിന്നു. വിയർപ്പ് കണങ്ങൾ ചെന്നിയുടെ ഒഴുകിയിറങ്ങി. കാശിയിൽ ആ നിമിഷം ഒരു ചിരി വിരിഞ്ഞു, ക്രൂരമായ ഒരു ചിരി. അമ്മേ, ഞാനെന്നാ അകത്തേക്ക് പോട്ടെ. അംബിക അമ്മയെ നോക്കി. ആ, നീ പോയി ജാനിയോട് കുറച്ച് ചൂടുവെള്ളം എടുക്കാൻ പറ. ശരി അമ്മേ. അതും പറഞ്ഞ് അംബിക അകത്തേക്ക് വേഗത്തിൽ നടന്നു. ക്ഷേത്രത്തിൽ പോയി വന്ന് ലക്ഷ്മി മുറ്റത്ത് പരിചയമില്ലാത്തൊരു ബുള്ളറ്റ് ഇരിക്കുന്ന കണ്ട് നെറ്റിയൊന്ന് ചുളിഞ്ഞു. ഇതാരുടെയാണ്? അതും രാവിലെ തന്നെ. വേഗത്തിൽ തന്നെ അകത്തേക്ക് പോയി ലച്ചു. അമ്മയോട് സംസാരിച്ചിരിക്കുന്ന കാശിയെ കണ്ട് ലച്ചുവിൻ്റെ കണ്ണുകളൊന്നും വിടർന്നു. ആ, കാശി നീയായിരുന്നോ? ഞാൻ കരുതി ആരാണെന്ന്. ഇതെപ്പോ വന്നു? നറുപുഞ്ചിരിയോടെ ലച്ചു കാശിയുടെ അരികിലേക്ക് ചെന്നു. മുത്തശ്ശി രണ്ടുപേരെയും മാറി മാറി നോക്കി. അമ്മേ, ഞാൻ പറഞ്ഞില്ലേ കണ്ണനി എന്ന് ഹോസ്പിറ്റലാക്കിയ ആളെക്കുറിച്ച്? അത് കാശിയാണ്. അമ്മയെ നോക്കി ലക്ഷ്മി പറഞ്ഞു. അന്നമ്മ ഇവിടെ ഇല്ലായിരുന്നല്ലോ, വലീസിന്റെ അടുത്തല്ലായിരുന്നോ? അത് കേട്ട മുത്തശ്ശി കാശിയെ നോക്കി ചെറുതായി നിറയാൻ തുടങ്ങിയ കണ്ണോടെ. അപ്പോഴും കാശിയിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. നമ്മുടെ മുറ്റത്ത് ഓടി കളിച്ചു വളർന്ന മക്കളാണ് ലക്ഷ്മി, അമ്മ പറഞ്ഞു. ജഗത്ത് പറഞ്ഞിരുന്നു അമ്മേ, ലച്ചു ചെറുചീരിയോടെ പറഞ്ഞു. ഊണ് കഴിച്ചിട്ട് പോവാട്ടോ, എന്ന് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ കേട്ടോ? അയ്യോ വേണ്ട ലക്ഷ്മി അടുത്തി, ഞാനിപ്പോൾ ഇറങ്ങും. കാർത്തി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് ഓർത്ത് വന്നതാ.
അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടാക്കി പോയതല്ലേ, കാശൊന്ന് നിവർന്നിരുന്നുകൊണ്ട് പറഞ്ഞു. അത് പറഞ്ഞാൽ പറ്റില്ല, ഊണ് കഴിച്ചു പോകാം അല്ലേമ്മേ? ലക്ഷ്മി ചെറുചീരിയുടെ അമ്മയെ നോക്കി. അതെ മോനെ, ഊണ് കഴിച്ചു പോകാം. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, മേലെ മുറിയിലുണ്ട്. ഇപ്പോഴും അതേ കിടപ്പ് തന്നെയാണ്. അത് പറയുമ്പോൾ എന്താ മനസ്സിലൊരു വീങ്ങൽ പോലെ ലക്ഷ്മിക്ക് തോന്നി. നിറഞ്ഞ കണ്ണ് പാടുവിട്ട് തടഞ്ഞു നിർത്തി ഒരു ചിരി വരുത്തി അകത്തേക്ക് പോയി ലക്ഷ്മി. എന്നാ മോൻ ചെല്ലി, എനിക്കൊന്ന് കിടക്കണം. ഒരുപാട് നേരം ഇരിക്കാൻ പറ്റില്ല. അതാ നടുവിനൊരു വേദനയുണ്ട്. നേരെ ഇരുന്നാ പ്രായം ഇത്രയ്ക്കായില്ലേ, അതാണ്. അതും പറഞ്ഞ് മുത്തശ്ശി എണീറ്റു. എന്നാൽ ഞാൻ കാർത്തി ഒന്ന് കാണട്ടെ. അതും പറഞ്ഞ് കാശി മുത്തശ്ശിയോടൊപ്പം അകത്തേക്ക് കയറി. ഇതേ സമയം അടുക്കളയുടെ ചായപ്പിലെ മുറിയിൽ ചുരുണ്ടുകൂടി അവൾ കിടന്നു. മാസത്തിൽ വരുന്ന ആ ചുവന്ന ദിനങ്ങളിലെ വേദന സഹിച്ച് കണ്ണടയ്ക്കുമ്പോഴൊക്കെയും ഒരുവന്റെ മുഖം മനസ്സിൽ തെളിഞ്ഞു. തന്നെക്കുറിച്ച് എന്തെങ്കിലും ഓർക്കുന്നുണ്ടാകുമോ ഇപ്പോൾ? 2 ദിവസം കഴിഞ്ഞു ആ മുഖം ഒന്ന് കാണാതെ. തനിക്ക് ഇഷ്ടം തോന്നി തുടങ്ങിയിരിക്കുന്നു തൻ്റെ കണ്ണേട്ടനെ. ആ വേദനയ്ക്കിടയിലും അവളൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. കുളത്തിൽ തുണി അലക്കി കഴിഞ്ഞ് വരുന്ന വഴിക്ക് തനിക്ക് ഡേറ്റായി. പിന്നെ ലക്ഷ്മി എല്ലാം ഒന്നുകൂടെ തുണി മുക്കിയെടുത്തു. ഏട്ടനൊരു വാക്ക് പറയാൻ പറ്റിയില്ല. അതോർത്ത് അവൾക്ക് ചെറിയ സങ്കടം തോന്നി. മോളെ, പുറത്തുനിന്നും ജാനകി ചേച്ചി വിളിച്ചു. പതിയെ പെട്ടിൽ എണീറ്റിരുന്ന് അവൾ മുന്നോട്ട് നോക്കി. മോളെ, കഴിക്കാൻ എടുത്തു വെച്ചു. കഴിക്ക്, സമയം 10 കഴിഞ്ഞു. ആ ചേച്ചി പൊയ്ക്കോ, ഞാൻ കഴിച്ചോളാം. അതും പറഞ്ഞവൾ അഴിഞ്ഞുലഞ്ഞ മുടി വാരി ചുറ്റി താവടി നിന്ന് നേരെയാക്കി എണീറ്റ് പോയി വാതിലിന്റെ അടുത്ത് വെച്ച് ഭക്ഷണമെടുത്ത് വീട്ടിൽ വന്നിരുന്നു. അതിലേക്കൊന്ന് നോക്കി. ചപ്പാത്തിയും ഗ്രീൻ ബീൻസ് കറിയുമായിരുന്നു. കണ്ണേട്ടൻ കഴിച്ചോ? ആവോ? ആ ലക്ഷ്മിയമ്മ കൊടുത്തു കാണും. അതും ഓർത്ത് അവൾ അത് വേഗം കഴിച്ചു. പാത്രം കഴുകി അവിടെയുള്ള മേശമേൽ വെച്ചു. വീണ്ടും കിടന്നു. ഇനി 2 ദിവസം കൂടി തള്ളി നീക്കണം. 4ന്റെ അന്ന് കയറാം വീട്ടിലെന്ന് ലക്ഷ്മിയമ്മ പറഞ്ഞു. അതോർക്കി ഒരു സന്തോഷം തോന്നി അവൾക്ക്. പിന്നെ കുറച്ചു നേരം കിടന്ന് കണ്ണുകൾ അടച്ചു. ആദ്യത്തെ ദിവസമുള്ള വേദനയൊന്നും അവൾക്ക് തോന്നിയില്ല ഇപ്പം. എന്നാൽ ക്ഷീണം കാരണം ശരീരം തളരുന്ന പോലെ തോന്നി അവൾക്ക്. അങ്ങനെ കിടന്ന് കുറച്ചു നേരം.